ഈ മലപ്പുറം ജില്ലയിലെ ചില ഭാഗത്തെ തെരഞ്ഞെടുപ്പുകൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം സംഘടനാപരമായ ചില പ്രാധാന്യങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയം സാധാരണ LDF, UDF അല്ലെങ്കിൽ ലീഗ്, CPM, കോൺഗ്രസ്, CPM, CPI ഇങ്ങനെയൊക്കെയാണ് മത്സരം നടക്കുന്നത്. എന്നാൽ അതിനുള്ളിൽ തന്നെ ഈ 2015 TP അഷ്റഫ് അലി ഒക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വേളയിൽ കരുത്ത് തെളിയിച്ചു എന്ന് അവകാശപ്പെടുന്ന സാക്ഷാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോലും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തെ, അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വാതന്ത്ര്യമാണ്, അതിനകത്ത് സമസ്ത അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടും ആവർത്തിച്ചാവർത്തിച്ച് ഇതിനകത്ത് നിന്ന് കത്തിച്ചു വിട്ട അമ്പലക്കടവിനെ പോലെ, അതുപോലെ ചില നമ്മുടെ മുക്കം ഫൈസിയെപ്പോലെ ഒക്കെ ഉള്ളവർക്കുള്ള മറുപടി കൂടി ഈ ഓരോ പ്രദേശത്തെയും ജനങ്ങൾ കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. വളരെ പ്രകടമായിട്ടാണ് ഈ ഷജറ വിഭാഗം എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇതിനകത്ത് ലീഗിനെ തുപ്പിയിടിയിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത്. എന്നാൽ അവർ തുപ്പിയിട്ടെന്ന് മാത്രമല്ല, നമ്മൾ പാളത്താറ് കീറുന്നത് പോലെ കീറി വെക്കുന്നത് കാണേണ്ടിയും വന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. അതിലേറ്റവും പ്രധാനമായി ഇവർ ഉന്നം വെച്ച ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ കരുവാരക്കുണ്ട്, അതുപോലെ തന്നെ കാളികാവ് മേഖലയാണ്. ഈ കരുവാരക്കുണ്ടിലെ തന്നെ വേറൊരു പഞ്ചായത്ത് കൂടിയായ കാളികാവ് പഞ്ചായത്തിൽ അമ്പലക്കടവ് എന്ന് പറയുന്ന ഡിവിഷൻ, ആ ഡിവിഷൻ്റെ ആ സ്ഥലപ്പേരാണ് നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസി എന്ന പേരിൻ്റെ മുൻപേ ചേർത്തിരിക്കുന്ന ആ സ്ഥലപ്പേര്. ആ വാർഡിൽ ഏതാണ്ട് 200-ലധികം വോട്ടുകൾക്ക് അവിടെ നിന്ന് ലീഗ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏത് ലീഗ് സ്ഥാനാർത്ഥി? ഈ വെൽഫെയർ പാർട്ടിയും മറ്റേതുമൊക്കെയായി വലിയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഉദ്ഘോഷിച്ച് തകർത്തടിച്ച് കൊണ്ടു നടന്നിരുന്ന ലീഗാണ് അവിടെ നിന്ന് ജയിച്ചത്. ഈ കരുവാരക്കുണ്ട് പഞ്ചായത്ത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 21 സീറ്റിൽ എൻ്റെ ഒരു മനസ്സിലാക്കൽ ഏതാണ്ട് 14 സീറ്റോളം LDFനായിരുന്നു. ഈ 14 സീറ്റ് LDFനായിരുന്ന സ്ഥലത്താണ് നമ്മുടെ അമീദ് ഫൈസിയും സംഘവും ഒക്കെ അടങ്ങുന്നവർ ജമാഅത്ത് ഇസ്ലാമിയുടെ, വെൽഫെയർ പാർട്ടിയുടെ സൂക്ഷ്മതയുടെ കണ്ണിലൂടെ താത്വികമായി ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയെ ആണ് പറയുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഗീബൽസിയൻ തന്ത്രവുമായി രംഗത്തിറങ്ങിയത്. എന്നാൽ ആ പ്രകടനത്തെ തികച്ചും അപ്രസക്തമാക്കുന്ന രീതിയിൽ നമ്മുടെ മമ്പാട് ഉസ്താദും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു, വഹാബ് സഖാഫിയൊക്കെ അടക്കമുള്ളവർ. അതിനെയെല്ലാം അപ്രസക്തമാക്കുന്ന രീതിയിൽ 24 ആയി വർദ്ധിപ്പിച്ച ആ പഞ്ചായത്തിൽ 21 സീറ്റ് നേടി UDF കിടിലം വിജയം നേടി. 11 സീറ്റ് അവിടെ ലീഗിന് കിട്ടി, 10 സീറ്റ് കോൺഗ്രസിനും കിട്ടി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ ഈ പോരാട്ടമൊക്കെ തെളിയിക്കുന്നത് ഈ ആവേശ കമ്മിറ്റിയുടെ പോരാട്ടവും കമൻ്റ് ഇടുന്ന പോരാട്ടവും ഒക്കെ മാത്രമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു മത്സരം, അവിടെ ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അരീക്കോട് ഡിവിഷനിൽ മത്സരിക്കുന്ന ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യന് നേരെ നടത്തിയ ഒരു കടുത്ത പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ ജബ്ബാർ ഹാജിയെ വെട്ടി നിരപ്പാക്കുന്നത് പോലെയുള്ള പ്രസംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷേപണങ്ങളും എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങളാണ് അവിടെ നടത്തിക്കൂട്ടിയത്. ദേ ഒരു സാമ്പിൾ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാനായിരുന്നു. കരുതലോടെ നീങ്ങണം, അത് പറയാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അപ്പോ ഓരോ പഞ്ചായത്തിലും നടക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ജില്ലാ കമ്മിറ്റിയിൽ വന്ന ആളാരാ? സുപ്രഭാതത്തിനെതിരെ ശത്രുക്കൾ പോലും, ഇവിടുത്തെ SSFകാർ പോലും സുപ്രഭാതത്തിനെതിരെ രൂക്ഷമായി ഇതുപോലെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വഹാബികൾ പറയുന്നത് കണ്ടിട്ടില്ല. സുപ്രഭാതം പത്രത്തിനെതിരെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പോലും ഇതുപോലെ രൂക്ഷമായി വിമർശിക്കാറില്ല. അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പരസ്യമായി സുപ്രഭാതത്തെ മഹല്ലത്തുകളിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പരസ്യാഹ്വാനം ചെയ്ത വ്യക്തിയാണ് ഒരു ജില്ലയുടെ പ്രധാന ഭാരവാഹിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അയാൾ സമസ്തയ്ക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത്? സമസ്തയുടെ സെക്രട്ടറിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആരോപണം നടത്തിയവൻ, സഖാവെന്ന് ആക്ഷേപിച്ചവൻ, അവനാ SMFന്റെ ജില്ലാ ഭാരവാഹി. ഇത് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ മരക്കുറ്റി, നമ്മൾ ഷജറ. സുപ്രഭാതത്തിനെതിരെ ക്യാമ്പയിൻ നടത്താ കുഴപ്പമില്ല, ജിഫ്രി തങ്ങളെ സഖാവാക്ക കുഴപ്പമില്ല.
നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇവിടെ ജിഫ്രി സയ്യിദുൽ ഉലമക്കെതിരെ സമസ്തയുടെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ രഹസ്യമായും പരസ്യമായും സംസാരിച്ച പല റെക്കോർഡുകളും കേട്ടവരാ നമ്മള്. ഇത്തരം വളരെ കടുത്ത നിലപാട് സ്വീകരിച്ച് ആഞ്ഞടിച്ചതാണ്. പക്ഷേ അടി കൊണ്ടതെല്ലാം സ്വന്തം തലയിലാണെന്ന് മാത്രം. ഏതാണ്ട് 12,500 വോട്ടുകൾക്കാണ് ഈ ജബ്ബാർ ഹാജി അവിടെ നിന്ന് വിജയിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, സമുദായത്തിനകത്ത് തർക്കങ്ങളുണ്ടാവാം, ആശയപരമായ വ്യത്യാസങ്ങളുണ്ടാവാം, ആശയ വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളുണ്ടാവാം. പക്ഷേ അത് വെച്ച് നിങ്ങളൊരു പൊളിറ്റിക്സിനെ, ഒരു മൈനോറിറ്റി പൊളിറ്റിക്സിനെ, പ്രത്യേകിച്ച് ഈ പരീക്ഷണ കാലഘട്ടത്തിൽ ഭിന്നിപ്പിച്ച് ദുർബലപ്പെടുത്തി ഏതൊരാശയം നിലപാടുകൾക്കെതിരെ കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെയാണ് ജനങ്ങൾ ചെറുത്ത് തോൽപ്പിച്ചത്. അല്ലാതെ അത് സമസ്തയോടുള്ള വിരോധമൊന്നുമല്ല. സമസ്തയിലെ പണ്ഡിതന്മാരോടൊക്കെ ബഹുമാനവും ആദരവും ഒക്കെ ഉള്ളവരാണ് എല്ലാ മനുഷ്യർക്കും. സാധാരണ മറ്റു പലരെപ്പോലെയുമല്ല സമസ്തയുടെ നേതാക്കളോടുള്ള കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു നിലപാട്. പക്ഷേ അത് ഇത്തരത്തിലാകുമ്പോൾ ജനങ്ങളും ചില പാഠങ്ങൾ പഠിപ്പിച്ചു എന്നതിൻ്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരുവാരക്കുണ്ടും അതുപോലെ ജബ്ബാർ ഹാജിയുടെ വിജയവുമൊക്കെ.